മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. സോ ഞാൻ കൊച്ചിയിൽ പോകാൻ വേണ്ടി വന്നത്. ഞാനൊരു ഓൺ വോയിസ് ഇടാമെന്ന് പ്രതീക്ഷിച്ചാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ അവിടുത്തെ സൗണ്ട് കാരണം ഞാൻ പറയുന്നതൊന്നും ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്നത് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യം കിയോസ്ക് മെഷീനെ പറ്റിയാണ്. അതായത് എയർപോർട്ടിൽ ക്യൂ നിൽക്കാതെ എങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ് എടുത്ത് പെട്ടെന്ന് ക്ലിയർ ആകാനായിട്ട് സാധിക്കും. ഈ ഒരു മെഷീനെ പറ്റി ഫ്രീക്വൻറ്റ് ഫ്ലയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിവുണ്ടാവുകയുള്ളൂ. എന്നാൽ ഇതിനെപ്പറ്റി തീരെ അറിയില്ലാത്ത ഒത്തിരിയേറെ ആൾക്കാരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ട്രെയിൻ ചെയ്യുന്ന എൻ്റെ കുട്ടികൾക്കും ഈ സെയിം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആക്ച്വലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്കിൻസ് ആണുള്ളത്. അതിലൊന്നാണ് വെബ് ചെക്കിൻ, കിയോസ്ക് ചെക്കിൻ ആൻഡ് ഡയറക്റ്റ്ലി ചെക്കിൻ കൗണ്ടറിൽ പോയിട്ട് ചെക്കിൻ ചെയ്യുന്നത്. അതിലൊന്നാണ് കിയോസ്ക് ചെക്കിൻ. ഈ കിയോസ്ക് ചെക്കിൻ നമുക്ക് ലഗേജ് ഉണ്ടെങ്കിലും ലഗേജ് ഇല്ലെങ്കിലും നമുക്ക് അവിടെ നിന്നും എടുക്കാനായിട്ട് സാധിക്കും. ഈവൻ ദോ നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് മാത്രമല്ല ലഗേജിൻ്റെ ടാഗും നമുക്ക് ഇതിൽ നിന്നും എടുക്കാനായിട്ട് പറ്റും. സോ അപ്പോൾ ഇതാണ് സെൽഫ് ചെക്കിൻ ഓർ കിയോസ്ക് ചെക്കിൻ എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ഏത് എയർലൈൻ ആണോ ട്രാവൽ ചെയ്യുന്നത് ആ എയർലൈൻ നമുക്ക് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. സോ ഇവിടെ എല്ലാ എയർലൈൻസിൻ്റെയും ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇൻഡിഗോ, എമിറേറ്റ്സ്, എയർ ഇന്ത്യ എക്സ്പ്രസ്, ബ്രിട്ടീഷ് എയർലൈൻ, KLM എല്ലാം ഉണ്ട്. സോ ഇവിടെ ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന എയർ ഇന്ത്യ എയർലൈനാണ്. സോ പ്രൊസീഡ് ഓൺ എയർ ഇന്ത്യ എയർലൈൻ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണിക്കും. വാട്ട് ആർ ദ പ്രൊഹിബിറ്റഡ് ഐറ്റംസിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതും കൊണ്ടുപോകാവുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കും. അതായത് ചെക്ക് ഇൻ ബാഗിൽ എന്തൊക്കെ കൊണ്ടുപോകാം, ക്യാരി ഓൺ ബാഗിൽ എന്തൊക്കെ കൊണ്ടുപോകാം, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കാണിക്കും. ആൻഡ് നമ്മളിതെല്ലാം വായിച്ചതിന് ശേഷം ജസ്റ്റ് ഡു ദ ഐ അഗ്രി കണ്ടിന്യൂ. ദെൻ പ്ലീസ് സെലക്ട് ദ ഓപ്ഷൻ ലൈക്ക് എന്താണെന്നുള്ളത്, കൺഫർമേഷൻ നമ്പർ ഫോർ ദ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്പർ. Confirmation number means that is a PNR number, passenger name record, that we have to type it on here. Then do the next. അപ്പോൾ നമ്മുടെ പേര് ഇതിനകത്ത് വരും. ആൻഡ് സെലക്ട് ഇറ്റ് ഓൾ. നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ ബോർഡിംഗ് പാസ് ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും കേട്ടോ. ആൻഡ് ഡീറ്റെയിൽസ് എല്ലാം വരും. ഏത് ഫ്ലൈറ്റാണ്, മുംബൈ ടു കൊച്ചി എല്ലാം വരും. ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ലഗേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രസ് ചെയ്യാം. ആൻഡ് ബാഗേജ് ചെക്ക് ഇൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രസ് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. പ്ലസ് എൻട്രി മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വന്ന് അപ്ലൈ ടു ഓൾ പാസഞ്ചേഴ്സ്. കണ്ടിന്യൂ. ടു ഡോക്യുമെൻറ്റ്സ് ടു ബി പ്രിൻറ്റഡ്. ഇവിടെ നമുക്ക് നമ്മുടെ ബോർഡിംഗ് പാസ് രണ്ടും വരും. സോ അങ്ങനെ ഇതാണ് നമ്മുടെ കിയോസ്ക് ചെക്ക് ഇൻ ചെയ്ത് കിട്ടുന്ന ബോർഡിംഗ് പാസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിയോസ്ക് ബോർഡിംഗ് പാസ്. ഇതിൽ നമ്മുടെ എയർലൈൻസിൻ്റെ എംബ്ലമോ അല്ലെങ്കിൽ അവരുടെ എയർലൈൻ കളറോ അതൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇതൊരു പേപ്പർ ബോർഡിംഗ് പാസ് ആണ്. ഇതിൽ ഈ പേപ്പർ ബോർഡിംഗ് പാസ് നിങ്ങൾ ബോർഡിംഗ് ഗേറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സബ്മിറ്റ് യുവർ ഗവൺമെൻറ് ID അറ്റ് ദ ബോർഡിംഗ് ഗേറ്റിൻ്റെ ഒപ്പം തന്നെ ഗവൺമെൻറ് ID നമ്മളവിടെ കാണിക്കണം. അവരത് നോക്കിയിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം. കിയോസ്ക് ചെക്കിനെ പറ്റി അറിയാൻ പാടില്ലാത്തവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്